ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രണ്ടിൽ പ്ലീറ്റ് വെച്ചിട്ട് ഒരു കുർത്തിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് നമ്മുടെ സ്ലീവ്സിൻ്റെ എൻഡ് സൈഡിൽ ഇലാസ്റ്റിക് വെച്ചാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ലേസൊക്കെ വെച്ചിട്ട് ഞാൻ ക്യാൻവാസ് വെച്ചാണ് യോക്കിൻ്റെ ഭാഗം ചെയ്യുന്നത്. ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതില്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നല്ല വിട്ടുള്ള തുണിയാണ് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു 2.5 മീറ്ററാണ് ഞാൻ ഈ തയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ സ്ലിറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു മോഡലിൽ കൂടുതലും സ്ലിറ്റ് ഇല്ലാതെയാണ് വരുന്നത്. എ ലൈൻ അല്ലെങ്കിൽ ഫുൾ ഫ്ലിറ്റാണ് വരുന്നത്. അപ്പോൾ ഞാനിത് സ്ലിറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. എനിക്കിവിടെ 45 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. 43 ഇഞ്ച് എനിക്ക് മതിയാകും. നമുക്ക് ഷോൾഡർ അടിക്കുന്നതിനും താഴെ മടക്കി അടിക്കുന്നതിനും എല്ലാം കൂടി ഒരു 2 ഇഞ്ച് ഞാൻ വേണ്ടി വരുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു പാറ്റേൺ തയ്ക്കുമ്പോഴേക്കും നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യമേ ബാക്ക് സൈഡ് കട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫ്രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ നമുക്ക് സൈഡിലും ഒരേ ഇഞ്ച് തന്നെയാണോ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എനിക്കിപ്പോൾ എല്ലാ സൈഡിലും 13.5 ഇഞ്ച് കിട്ടത്തക്ക വിധമാണ് ഞാനിത് ഡബിൾ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ബാക്ക് സൈഡ് മാത്രമാണ് ഇതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ മടക്കിയിട്ടിരിക്കുന്ന ആ പോയിന്റിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും കൂടിയുള്ള വിട്ടാണ് ഇനിയിപ്പോൾ അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അത് ഞാനൊരു 6 ഇഞ്ചിലാണ് എടുക്കുന്നത്. അത് നമുക്ക് 6 ഇഞ്ചിൽ മതിയാകും. ഇനി ആം ഹോളിൻ്റെ അളവ് അതും ഞാൻ 6 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ചെസ്റ്റിൻ്റെ അളവാണ് മാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ ഒരു 1 ഇഞ്ചിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ആം ഹോളിലേക്ക് വരച്ച ആ പോയിന്റിൽ അതിൻ്റെ സെൻട്രൽ പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്താണ് നമ്മൾ ആം ഹോൾ വരച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ചെസ്റ്റിൻ്റെ പോയിന്റ് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ 9 ഇഞ്ചിലാണ് ചെസ്റ്റ് വേണ്ടത്. അപ്പോൾ ഞാൻ 9 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തു. സീം അലവൻസ് ആയിട്ട് ഒരു 2 ഇഞ്ച് കൂടെ അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അടുത്ത് വരുന്നത് നമ്മളുടെ ഷേപ്പിൻ്റെ ലെങ്ത്താണ്. മീഡിയം ലാർജ് സൈസ് വരെയൊക്കെ നമുക്ക് ഒരു 13-13.5 ഇഞ്ച് വരെ മാക്സിമം ഷേപ്പിൻ്റെ ലെങ്ത്ത് എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ 13 ഇഞ്ചിലാണ് അത് മാർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്കുള്ള വിഡ്ത്താണ് വേണ്ടത്. അത് ഞാനൊരു 8 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ സ്ലിറ്റ് വെച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് അതിൻ്റെ വിഡ്ത്ത് എനിക്ക് വരുന്നത് ഒരു 9.25 ഇഞ്ചിലാണ് ഞാൻ വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. അവിടെ മാത്രം ഒരു 1 ഇഞ്ചിൽ സീം അലവൻസ് ഇട്ട് കൊടുത്താൽ മതിയാകും. ബാക്കി എല്ലായിടത്തും നമ്മൾ 2 ഇഞ്ചിലാണ് ഇട്ട് കൊടുത്തത്. സ്ലിറ്റിൻ്റെ ഭാഗത്ത് അധികം വിഡ്ത്ത് സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മടക്കി അടിക്കാനും ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അവിടെ 1 ഇഞ്ചിൽ സീം അലവൻസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ വരച്ച പോയിൻറ്റ്സിലൂടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇതിപ്പോൾ ഈ കളർ സ്കെച്ച് ആയതുകൊണ്ടും ഇതിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ തെളിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മളിനി സ്ലിറ്റിൻ്റെ അളവ് താഴേക്ക് കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. താഴെ ഞാൻ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കൊടുത്ത് വിഡ്ത്ത് തന്നെ കൊടുക്കുന്നതുകൊണ്ട് വേറെ ഒന്നും അടയാളപ്പെടുത്തുന്നില്ല. കറക്റ്റ് അവിടെയും ഒരു 9.25 ഇഞ്ചിൽ തന്നെയാണ്. എനിക്കധികം വിഡ്ത്ത് വേണ്ടാത്തത് കൊണ്ടാണ് ഞാൻ 9.25 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തത്. നിങ്ങൾക്ക് അവിടെ കൂടുതൽ വിഡ്ത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലിറ്റ് ഇതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗം വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 2 സൈഡും സ്ലിറ്റിൻ്റെ ഭാഗം തുടങ്ങി താഴെ വരെ ഒരേ വിഡ്ത്തിൽ തന്നെ എടുക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. അത് അവസാനമാണ് കട്ട് ചെയ്യുന്നത്. ബാക്കി ഭാഗമെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മെയിൻ അളവുകൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് നോച്ചിട്ട് കൊടുക്കാം. ആ ഷേപ്പിൻ്റെ ഭാഗത്തും പിന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്തും എന്തായാലും നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കണം. നമുക്ക്
സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കിവിടെ വിഡ്ത്തുള്ള തുണി ആയതുകൊണ്ട് ഞാൻ നല്ല വിഡ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള തുണിയുടെ വിഡ്ത്ത് അനുസരിച്ച് ഇതേപോലെ എടുക്കുക. എനിക്കിപ്പോൾ ടോട്ടൽ വിഡ്ത്ത് വരുന്നത് 2 മടക്കി ഇടുമ്പോൾ 20 ഇഞ്ചിലാണ് എനിക്ക് വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ വിഡ്ത്ത് 40 ഇഞ്ചുണ്ട്. ഞാൻ എന്നിട്ട് ഇതേപോലെ ബാക്ക് സൈഡ് നമ്മളിപ്പോൾ വെട്ടിയെടുത്തത് അതിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സൈഡിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്, ഫോൾഡഡ് സൈഡിലല്ല, ഓപ്പൺ സൈഡിലാണ്. ഇതേപോലെ ഓപ്പൺ സൈഡിനോട് ചേർത്താണ് ഇതേപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ്. എന്നിട്ട് അവിടെ ഒന്ന് സ്കെയിൽ കൊണ്ട് വരച്ചു കൊടുത്തു. പ്ലീറ്റ് വരേണ്ട ഭാഗം വരെയുള്ള ലെങ്ത്താണ് ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതെനിക്ക് 14 ഇഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കുറച്ച് സീം അലവൻസിൻ്റെ 1 ഇഞ്ച് കുറച്ച് 13 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും നമുക്ക് മതി. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ 14 ഇഞ്ചിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വിട്ടു പോകാതിരിക്കാൻ ഞാൻ 1 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ സീം അലവൻസും കൂടെ ഉൾപ്പെട്ടോളും. അപ്പോൾ ഞാനിവിടെ 13 ഇഞ്ചിലാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി പ്ലീറ്റ് വരുന്ന വിഡ്ത്താണ് ഞാനിപ്പോൾ മെഷർ ചെയ്യുന്നത്. അതെനിക്കൊരു 9 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. വൺ സൈഡാണ് 9 ഇഞ്ച് നമ്മൾ 2 ഫോൾഡ് ചെയ്തിട്ടേക്കുവാണല്ലോ. അതിപ്പോൾ 9 ഇഞ്ചിലാണ് എനിക്ക് വന്നിരിക്കുന്നത്. ലെങ്ത്ത് 13 ഇഞ്ചിലും വിഡ്ത്ത് 9 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് 5 ഇഞ്ച് മുതൽ നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മുടെ തുണിയുടെ വിഡ്ത്ത് അനുസരിച്ച് പ്ലീറ്റിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് യോക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഡിസൈനാണ് നമ്മളിപ്പോൾ അതിൻ്റെ അളവാണ് നമ്മൾ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ പാർട്ടിൽ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചാലേ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബാക്ക് സൈഡിൽ വെച്ച് ഞാൻ അളവെടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഒരു 8 ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് യോക്ക് പാർട്ടിൽ ഞാൻ വെക്കുന്നത്. അപ്പോൾ വൺ സൈഡ് 4 ഇഞ്ച് വരും. അങ്ങനെ 2 മടക്കി ഇടുമ്പോൾ ഇത് നമുക്ക് 4 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഒരു മാർക്കിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവിടെ പാർട്ട് ഇട്ട ഭാഗം ഉണ്ടല്ലോ, അത് സ്റ്റാർട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു 4 ഇഞ്ചിലാണ് മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 4 8 ഇഞ്ചിൽ നമ്മളുടെ യോക്ക് പാർട്ട് വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് 8 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമ്മൾ ആ 9 ഇഞ്ച് വിഡ്ത്തിന് ശേഷം പ്ലീറ്റിൻ്റെ വിഡ്ത്തിന് ശേഷം ഒരു 4 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ടോട്ടൽ ഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലീറ്റിൻ്റെ ഭാഗവും അതുകൂടാതെ നമ്മൾ യോക്കിന് വേണ്ടി മാർക്ക് ചെയ്ത ആ 4 ഇഞ്ചും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ 4 ഇഞ്ചിൻ്റെ ഭാഗം നമ്മൾ പ്രത്യേകം ഒന്ന് ഓർത്ത് വെക്കണം. നമ്മൾ 4 ഇഞ്ചാണ് അതിന് വേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡ് ഇട്ട് നമ്മൾ ഇതേപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാനത് നേരത്തെ ഫ്രണ്ട് പീസ് ഇട്ടതിൻ്റെ മീതയിലേക്ക് ഒന്നും കൂടെ ഇതേപോലെ ബാക്ക് പീസ് ഇട്ട് ഒന്ന് ആം ഹോളിൻ്റെ ഭാഗവും സൈഡിൻ്റെ ഭാഗവും ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളും ഞാനൊന്ന് കുഴിച്ച് ഇതിൻ്റെ ഒപ്പം വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ്സാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്ലീവ്സിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചാണ് ചെയ്യുന്നത്. 10 ഇഞ്ച് വിഡ്ത്തിലും 17 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാനിത് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ സ്ലീവ്സിന് വേണ്ടി ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തിടുക. ഓപ്പൺ സൈഡും ക്ലോസ് സൈഡുമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഓപ്പൺ സൈഡിലാണ്. ഓപ്പൺ സൈഡിൽ ഒരു 4 ഇഞ്ച് ഞാനൊരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് ഇതേപോലെ ക്ലോസ് സൈഡിൽ നിന്ന് താഴത്തേക്ക് ഓപ്പൺ സൈഡിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കണം. പകുതി നമ്മൾ ഇതേപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ ഹാഫ് എത്രയാണെന്ന് ഒന്ന് എടുക്കണം. എനിക്കിപ്പോൾ അവിടെ മൊത്തം 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചിലാണ്. അപ്പോൾ 5.5 ഇഞ്ചിൽ ഞാൻ ഇതേപോലെ മാർക്കിംഗ് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് വെട്ടി എടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഇത് വരക്കുമ്പോൾ കാണില്ല, ഇത് കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെ സ്ലീവ്സ് വന്നിട്ടുണ്ട്. ഇനി സൈഡിൽ എനിക്കൊരു ഭാഗം ഫോൾഡിങ് ആണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി താഴത്തെ ഭാഗം നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് നമ്മളുടെ കറക്റ്റ് വിഡ്ത്ത് സ്ലീവ്സ് നമ്മളുടെ കൈയുടെ കറക്റ്റ് വിഡ്ത്തിൽ അടയാളപ്പെടുത്തേണ്ട. ഒരു 2-3 ഇഞ്ച് നമ്മൾ കൂടുതലിട്ടാലേ നമുക്ക് അവിടെ കൂടുതൽ ചുരുക്കുകൾ കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 8 ഇഞ്ചിലാണ് താഴെ മാർക്ക് ചെയ്യുന്നത്. എനിക്കൊരു 5 ഇഞ്ചിൽ സീമെൽസ് കൂടെ ആഡ് ചെയ്ത് എനിക്ക് 6 ഇഞ്ചിൽ മതിയാവും. ഞാൻ പക്ഷേ ഒരു 8 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തത് അവിടെ നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് മാത്രമാണ്. എന്നിട്ട് ഇതേപോലെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിങ്ങൊക്കെ മെയിൻ പാർട്ടിൻ്റെ എല്ലാം കട്ടിങ് നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ യോക്ക് പാർട്ടിലേക്ക് കടക്കാൻ പോവാണ്. ഇതിന് ക്യാൻവാസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നതല്ലോ. 13 ഇഞ്ചസിലാണ് എനിക്ക് ടോട്ടൽ
ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 14 ഇഞ്ച് പറഞ്ഞത് നമ്മൾ സീം അലവൻസിന് 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫുൾ ഫിനിഷിങ്ങിലാണ് നമ്മൾ ക്യാൻവാസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നേരെ കൊണ്ടുവന്ന് നമ്മൾ പ്ലേറ്റ് ഇട്ട ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ച് അവിടെ സീം അലവൻസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് വേണ്ട അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ് ഇട്ട ഭാഗമായിട്ട് അത് മാച്ചായിട്ട് പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് അവിടെ സീം അലവൻസ് എടുക്കുന്നത്. എന്നിട്ട് സൈഡ് ഭാഗം ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരേ വിഡ്ത്ത് വരാനാണ് അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിന്ന് ഒരു ലെങ്ത്ത് ഒരു 10 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 8 ഇഞ്ചാണ് നമ്മൾ വിഡ്ത്ത് എടുത്തിരുന്നത്. 4 4 8 ഇഞ്ചിൽ ഓരോ ഇഞ്ചും 2 സൈഡ് സീം അലവൻസിന് വേണ്ടി ആഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മളിവിടെ കറക്റ്റ് ചെയ്ത് എല്ലാം മടക്കി അടിച്ചിട്ടാണ് നമ്മൾ ഈ ക്യാൻവാസ് നേരെ പ്ലീറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 സൈഡും ഓരോ ഇഞ്ച് വീതം എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് വീതം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് വരണമെന്നില്ല. ഇതേ മോഡൽ അടിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ സീം അലവൻസ് ആഡ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. നമ്മളിത് ഉള്ളിലേക്ക് അടിച്ചടിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചിൽ സീം അലവൻസ് മതിയാകും. ഇത് നമ്മൾ നേരെ ഫിനിഷ് ചെയ്ത് നേരെ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തും ഇതേപോലെ 1 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നെക്കിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് ഇതേപോലെ 2ആക്കി ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ 3 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ 3 ഇഞ്ച് വിഡ്ത്ത് ഞാൻ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. ഞാനിവിടെ 5.5 ഇഞ്ചിലാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 5 ഇഞ്ചിൽ ഞാൻ അവിടെ ലെങ്ത്തും അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് നോർമലായിട്ട് ചെയ്യുന്ന പോലെ സ്കെയിൽ കൊണ്ട് ഒന്ന് നെക്ക് വരച്ചെടുക്കാം. ഇനി താഴത്തെ ഭാഗത്ത് ഒരു 2 ഇഞ്ച് അകലത്തിലാണ് ഞാൻ നെക്ക് അടയാളപ്പെടുത്തുന്നത്. താഴെയും മുകളിലും ഒരേ അളവിലല്ല ഞാൻ ചെയ്യുന്നത്. താഴെ ഒന്ന് ചെറുതാക്കി ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു നെക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ക്യാൻവാസ് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. എന്നിട്ട് ഇതേപോലെ ഒന്ന് 2ആക്കി നമ്മൾ അത് സെൻറ്ററിൽ വെച്ച് ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതേപോലെ ഒരു കട്ട് പീസിൽ അത് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്തിട്ട് നെക്കിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെയാണോ ഒന്ന് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. 2 പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ ഇതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ ഉൾവശത്താണ് അയൺ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് എല്ലാ ഭാഗവും നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം, മടക്കി അടിച്ചെടുക്കണം. നെക്കിൻ്റെ ആ ഭാഗത്ത് കണ്ടോ ഒരു ചെറിയ കട്ടിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മടക്കി അടിക്കുമ്പോൾ എളുപ്പത്തിൽ വരാനാണ് അതുപോലെ കട്ടിങ് കൊടുക്കുന്നത്. ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്താലേ അവിടെ നമുക്ക് നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ഇതിലൂടെ അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഭാഗവും യോക്കിൻ്റെ ഭാഗവും ഒരുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ഭാഗം ഇനി നമുക്ക് വേറെ അടിക്കേണ്ട ആവശ്യം വരില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നെക്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ 4 സൈഡും ഇതുപോലെ തന്നെ ഒന്ന് നമ്മൾ മടക്കി അടിച്ചെടുക്കുക. ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ എല്ലാ ഭാഗത്തും ഇതേപോലെ ക്ലോത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ഫ്രണ്ട് ഭാഗത്ത് ഇതേപോലെ ചെറിയ ബോൾസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ക്ലോത്തിലുള്ള മിക്സഡ് കളറാക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഇതേപോലെ ഒന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് സൈഡിലാണോ വെച്ച് കൊടുക്കുന്നത് ആ സൈഡിൽ ഇതേപോലെ അകത്തേക്ക് ഫേസായിട്ടിരിക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതേപോലെ മിക്സഡ് കളറാണ് ഇതിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു സൈഡ് ഇതേപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കി വന്ന ഭാഗം ഉണ്ടല്ലോ ബാക്കിൽ, അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത പീസ് വെച്ച് അടിക്കുമ്പോഴേക്കും ആ ഭാഗത്ത് കൂടുതലായിട്ട് കനം കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇങ്ങനെ അടുത്ത പീസ് ഇതിൻ്റെ മീതെ കയറ്റി വെച്ച് അതുകൂടെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ആ യോക്ക് ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പാർട്ടിൻ്റെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗം കൊണ്ട് ഞാൻ ഇവിടെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. യോക്കിൻ്റെ ഭാഗം നമുക്ക് അടിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അത് 5 ഇഞ്ചിൽ, നമ്മൾ 5 ഇഞ്ചിലായിരുന്നല്ലോ എടുത്തിരുന്നത്, അതേപോലെ തന്നെ കറക്റ്റ് 5 ഇഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ 5 ഇഞ്ച് കിട്ടിയ ഭാഗത്തേക്കാണ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് അടിച്ചെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സ്റ്റിച്ച് കൊടുത്തിട്ട് അത് അവിടെ നൂലുകൊണ്ട് വലിച്ച് ചെറിയ പ്ലീറ്റുകളാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ഇത് ചെറിയ ചുരുക്കുകളാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് പ്ലീറ്റ് മാത്രമായിട്ട് കറക്റ്റ് 8 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ യോക്ക് പാർട്ട് 10 ഇഞ്ചിലുണ്ട്. അപ്പോൾ നമുക്ക് 2 സൈഡും 1 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുത്തായിരുന്നല്ലോ അടിച്ച് ഇതേപോലെ സീം അലവൻസ് അടിച്ചെടുക്കാനായിട്ട്. അത് കറക്റ്റായിട്ട് തന്നെ അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യോക്ക് വന്നിരിക്കുന്നതിനേക്കാളും 2 ഇഞ്ച് കുറവിലാണ് നമ്മൾ ഇതുപോലെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കേണ്ടത്.
അപ്പോൾ നേരത്തെ പറഞ്ഞ കറക്റ്റ് അളവുകളിൽ തന്നെയാണ് എനിക്ക് യോക്ക് പാർട്ടും പ്ലീറ്റിൻ്റെ ഭാഗവും എല്ലാം വന്നിരിക്കുന്നത്. നമ്മളുടെ യോക്കിൻ്റെ ഭാഗം ലൈനിങ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിൻ്റെ ഭാഗത്ത് നോർമലായിട്ട് വെക്കുന്ന പോലെ വെച്ചിട്ട് തിരിച്ചടിച്ച് നമുക്ക് ലൈനിങ് പാർട്ട് യോക്കിൻ്റെ ഭാഗത്ത് വെച്ചെടുക്കാവുന്നതാണ്. യോക്കിൻ്റെ പാർട്ട് ഇതേപോലെ പ്ലീറ്റ് വന്ന ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സൈഡിലും നമ്മൾ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ആ പ്ലീറ്റിൻ്റെ ഭാഗത്തേക്ക് ഈ യോക്ക് പാർട്ട് പിൻ ചെയ്ത് വെച്ചിട്ട് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാറിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മീതിൽ കൂടി ഒന്ന് ലേസ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതല്ലാതെ നമുക്ക് കോട്ടൻ്റെ ലേസൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യോക്ക് പാർട്ടിൻ്റെ താഴെ വെച്ചിട്ടും നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ലേസ് ആയതുകൊണ്ട് ഇത് മീതെ വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളുടെ യോക്ക് പാർട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച ഭാഗം ഈ പ്ലീറ്റ് വെച്ച ഭാഗത്തേക്ക് അടിച്ചെടുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഇതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ലേസ് വെച്ച് ഒന്ന് എല്ലാ ഭാഗത്തേക്കും അത് സ്ക്വയറായിട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് സൈഡാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നെക്ക് ഇതേപോലെ ഒരു പീസ് വെച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കടിക്കുന്നത് ഞാൻ ഇതിലൂടെ കാണിക്കുന്നില്ല. ഇതുപോലെ ഒരു ചെയ്ത വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നെക്ക് ഇതേപോലെ അടിച്ചെടുത്ത് എല്ലാം കൂടി കാണിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ലെങ്ത്ത് ഒരുപാടായി പോകും. അതുകൊണ്ടാണ് എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താത്തത്. ഇനി നമ്മൾ ഇതേപോലെ രണ്ട് പീസിൻ്റെയും ബാക്ക് സൈഡിൻ്റെയും ഫ്രണ്ട് സൈഡിൻ്റെയും നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ ഇട്ടിട്ട് ഷോൾഡർ ഒന്ന് ഇതേപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ആ ഭാഗം ഞാൻ ഇവിടെ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഷോൾഡർ അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നു. ഇനി നമുക്ക് സ്ലീവ്സ് ആണ് ചെയ്യാനുള്ളത്. സ്ലീവ്സ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ അളവ് 6.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും കൈയുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഭാഗത്ത് ഇലാസ്റ്റിക് കൊണ്ടുവന്ന് റൗണ്ട് ചെയ്ത് 6.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ആ അളവിൽ ഏത് ഭാഗം വരെയാണോ റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊന്ന് വലിച്ചു പിടിച്ച് നമുക്ക് ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ വെച്ച് നോക്കിയിട്ട് വേണം കട്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഭാഗത്ത് ഇതേപോലെ ഒന്ന് 1 ഇഞ്ചിൽ മടക്കി അടിച്ചിട്ട് ഇതേപോലെ ഇലാസ്റ്റിക് ഒന്ന് അകത്തേക്ക് പിന്നുകൊണ്ട് അതിനകത്തേക്ക് സൈഡ് ഒന്ന് ഇലാസ്റ്റിക്കിൻ്റെ മീതെ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇലാസ്റ്റിക്കിൻ്റെ മീതെ വെച്ച് വേണം ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് വിട്ടുപോകും. രണ്ട് സൈഡും ഇതേപോലെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്ലീവ്സ് അടിച്ച് കിട്ടും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡും ഒരേപോലെ ചുരുക്കി കിട്ടുന്നതായിരിക്കും. രണ്ട് സ്ലീവ്സും ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ സ്ലീവ്സിൻ്റെ മിഡിൽ പോയിൻറ്റിൽ ഒരു നോച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ മിഡിൽ പോയിൻറ്റിലേക്ക് സ്ലീവിൻ്റെ മിഡിൽ പോയിൻറ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല വശം രണ്ടും ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്ലീവ്സ് അടിച്ചെടുക്കണം. രണ്ട് സ്ലീവ്സും ഇതുപോലെ തന്നെ നമുക്ക് അടിച്ചെടുക്കാം. സ്ലീവ് അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സ്ലീവെല്ലാം നമ്മൾ അടിച്ചെടുക്കുമ്പോഴേക്കും ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സൈഡ് ഭാഗവും സ്ലീവ്സിൻ്റെ സൈഡ് ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ തന്നെ ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതേപോലെ പ്ലീറ്റ് ഇട്ട ഭാഗം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് നേരെ കറക്റ്റാക്കി വെച്ചിട്ട് വേണം ബാക്ക് പാർട്ട് അതിൻ്റെ മീതയിലിട്ട് ഇടാനായിട്ട്. ഇതേപോലെ ഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതേപോലെ കറക്റ്റായിട്ട് രണ്ട് ഭാഗവും കറക്റ്റായിട്ട് വരുന്ന രീതിയിലിട്ടിട്ട് ഒന്ന് പിന്ന് കുത്തി വെക്കുക. അപ്പോഴാണ് നമുക്കൊന്ന് കറക്റ്റായിട്ട് അളവെടുത്ത് ഇതിലേക്ക് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എന്നിട്ട് സെൻട്രൽ പോയിൻറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മാർക്കിംഗ് ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 9 ഇഞ്ചിലാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തിയിരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തു. 13 ഇഞ്ചിൽ ലെങ്ത്തിൽ ഷേപ്പ് അടയാളപ്പെടുത്തി. അവിടെ നിന്ന് 8 ഇഞ്ചിലാണ് രണ്ട് സൈഡിലേക്കും വിഡ്ത്ത് മാർക്ക് ചെയ്തിരുന്നത്. അതും ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സ്ലിറ്റ് വരുന്നത് എനിക്ക് 20 ഇഞ്ചിലായിരുന്നു. അതും മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചിൽ ഗ്യാപ്പിൽ അതിന് വേണ്ടിയും സീം അലവൻസ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് വരച്ച പോയിൻറ്റ്സിലൂടെ എല്ലാം ഒന്ന് ചേർത്ത് വരച്ചെടുക്കണം. നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ചേർത്ത് വരച്ചെടുക്കുകയാണ്. താഴെ സ്ലിറ്റിൻ്റെ ഭാഗവും ഒന്ന് വരച്ചെടുക്കാം. താഴെ ഞാൻ സെയിം വിഡ്ത്ത് തന്നെ കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈനാണ് വരച്ച് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ്സും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം. സ്ലീവ്സ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ അധികം ഷേപ്പ് ചെയ്തെടുക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴെ കൂടെ ഒന്ന് മടക്കി അടിച്ച് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
നമ്മളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.